സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സണായി യുവജന നേതാവായ ചിന്ത ജെറോമിനെ സർക്കാർ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും തൊഴിലിടങ്ങളിലെ യുവതികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകി പ്രവർത്തിക്കുമെന്ന് ചിന്ത ജെറോം പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. ചിന്താലാൻഡ് പതിവ് പോലെയല്ല. യുവജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് ചിന്ത നിയമിതയായതിന്റെ സന്തോഷത്തിലാണ് ചിന്തയുടെ മാതാവ് എസ്തർ ജെറോം. ഇടത് സർക്കാർ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനനുസൃതമായി ഉണർന്നു പ്രവർത്തിക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് ചിന്ത ജെറോം. SFI, DYFI പ്രസ്ഥാനങ്ങൾ പകർന്നു നൽകിയ അനുഭവ പാഠവും കരുത്തുമായാണ് ചിന്ത യുവജന കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ ജുഡീഷ്യൽ പദവിക്ക് സമാനമായ സ്ഥാനത്ത് എത്തുന്ന ആദ്യ യുവതി എന്ന ബഹുമതിയും ചിന്തയ്ക്ക് സ്വന്തം. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചതിന്റെ ഭാഗമായി അന്ന് പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. മദ്യ, മയക്കുമരുന്ന്, ലഹരി ഉപയോഗങ്ങൾ, അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അതോടൊപ്പം യുവതികളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെറുപ്പക്കാരെ കൂടുതലായി പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും അവരുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം. ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളോടുകൂടിയാണ് ഈ സ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സിന്ധു ജോയിയെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ നടത്തിയ കോൺഗ്രസ് നീക്കം അധികാരമോഹികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അട്ടിമറിക്കുകയായിരുന്നു. പിന്നീട് RV രാജേഷിനെ ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ചു. രാജേഷ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ചിന്തയെ യുവജന കമ്മീഷന്റെ അധ്യക്ഷയാക്കിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.